ഇന്നത്തെ വീഡിയോ കയറിയ നെറ്റ് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളൊരു വീഡിയോ ആണിത്. കംപ്ലീറ്റ് ഗൈഡാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഫസ്റ്റ് തന്നെ പറയാം, നാച്ചുറലായിട്ടല്ല, പകരം ചില എഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നെറ്റ് കയറി എടുത്ത് മുടി കൊണ്ടുവരുന്നത്. ഞാൻ ഇതിനെപ്പറ്റി ഒരുപാട് റിസർച്ച് ചെയ്തപ്പോൾ കൂടുതൽ ആളുകളും ചെയ്ത് റിസൾട്ട് കണ്ട 2 മെത്തേഡ് വഴികളാണ് ഉള്ളത്. ആൻഡ് 100% റിസൾട്ടും ഉണ്ടാകും. നെറ്റ് കയറുന്നത് സാധാരണമാണ്, പക്ഷേ അത് ഒരുപാട് കയറുന്നുണ്ടെങ്കിൽ അത് സാധാരണമല്ല. ചെറിയ പ്രായത്തിൽ തന്നെ നെറ്റ് കയറുന്നത് ഒരു വല്ലാത്ത അവസ്ഥ തന്നെയാണ്. ഡോണ്ട് വെറി, ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ അത് മാറ്റിയെടുത്തിരിക്കും. ട്രസ്റ്റ് മീ, റിസൾട്ട് ഉണ്ടാകും. അതിനു മുമ്പേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഹെയർ റീഗ്രോത്ത് ആയി റിക്കവറി ചെയ്യാനുള്ള 2 മെത്തേഡുകൾ എന്നുള്ളത്, ഒന്നാമതായിട്ട് ഡെർമാ റോളർ മെത്തേഡും രണ്ടാമതായിട്ട് ഡെർമാ സ്റ്റാമ്പ് മെത്തേഡുമാണ്. ഈ 2 മെത്തേഡ് ചെയ്യുന്നതിന് മുമ്പേ ഒരു കാര്യം അറിയണം, ഈ 2 മെത്തേഡും റിസൾട്ട് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അത് അതിൻ്റെതായ രീതിയിൽ കറക്റ്റായി കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കറക്റ്റായിട്ട് ചെയ്യണം. മിസ്റ്റേക്ക് ഒന്നും ചെയ്യരുത്, എങ്കിൽ റിസൾട്ട് വരില്ല. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതായത് ഡെർമാ റോളർ മെത്തേഡ്. ഒരുപാട് പേര് ഇതിനെപ്പറ്റി വീഡിയോസ് ചെയ്തിട്ടുള്ളത് കണ്ടിട്ടുണ്ടാകും. ഡെർമാ റോളർ അതുപോലെ മിനോക്സിഡിൽ, ഈ 2 ഹെയർ ഗ്രോത്ത് പ്രൊഡക്ട്സ് ആണ് വേണ്ടത്. ഡെർമാ റോളറിനെ പറ്റി നിങ്ങൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാകും. ഹെയർ ഫാള് കുറയ്ക്കാനും അതുപോലെ ഹെയർ ഡെൻസിറ്റി കൂട്ടാനും ഹെൽപ്പ് ചെയ്യുന്ന ഡിവൈസ് ആണിത്. ഡെർമാ റോളറിൽ ചെറിയ ചെറിയ നീഡിൽസ് കാണാം. ഇതുകൊണ്ട് നമ്മൾ മുടിയില്ലാത്ത ഭാഗത്ത് റോൾ ചെയ്യുമ്പോൾ അവിടെ ചെറിയ രീതിയിൽ മുറിവുണ്ടാക്കി അവിടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി അതുവഴി മുടി വളരാൻ സഹായിക്കുന്നതാണ്. ഡെർമാ റോളർ ഡിഫറൻറ്റ് സൈസ് നീഡിൽസ് അവൈലബിൾ ആണ്. തുടക്കക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സൈസ് എന്നുള്ളത് 1mm ആണ്. തുടക്കക്കാർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയത് 1mm തന്നെയാണ്. ഇനി വേണ്ടത് മിനോക്സിഡിൻ ആണ്. മിനോക്സിഡിൻ എന്നുള്ളത് ബ്ലഡ് പ്രഷർ കൂട്ടാൻ വേണ്ടി കൊടുത്തിരുന്ന ഒരു മരുന്നാണിത്. ബ്ലഡ് പ്രഷറുള്ള ആളുകൾ ഇത് കഴിച്ചിരുന്നപ്പോൾ അവരുടെ മുടി കൊഴിച്ചിൽ കുറയുകയും മുടിയുമായി സംബന്ധിച്ച പ്രശ്നങ്ങളൊക്കെ കുറയുകയും ചെയ്തു. അങ്ങനെ ഇത് എന്തുകൊണ്ട് മുടി വളരാനായി ഉപയോഗിച്ചുകൂടാ എന്ന് ചിന്തിച്ചു. പിന്നീട് മരുന്ന് രൂപത്തിൽ വാട്ടർ സ്പ്രേ പോലെ ആക്കുകയും ചെയ്തു. മുടി കൊഴിയാൻ തുടങ്ങുന്നിടത്തും മുടിയില്ലാത്ത ഭാഗത്തും മിനോക്സിഡിൽ യൂസ് ചെയ്യുമ്പോൾ അവിടെ ബ്ലഡ് സപ്ലൈ കൂട്ടി ഇതുവഴി ബ്ലഡ് ബൂസ്റ്റപ്പിലൂടെ ഹെയർ ഗ്രോ ആകും. മിനോക്സിഡിന്റെ ഒരുപാട് പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. ഓക്കെ, ഈ 2 ഡിവൈസും എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ഹെഡ് ഒന്ന് കഴുകുക. തലയിൽ അഴുക്കുകളെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കുളിച്ചതിന് ശേഷമായാലും മതി. ഡെർമാ റോളർ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം എവിടെയാണ് നിങ്ങൾക്ക് ഹെയർ കുറവ് അവിടെ ഡെർമാ റോളർ യൂസ് ചെയ്ത് മൈക്രോ നീഡിലിംഗ് ചെയ്യുക. ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ഡിവൈസ് യൂസ് ചെയ്യുക. ഓക്കെ, ഡെർമാ റോളർ യൂസ് ചെയ്തതിന് ശേഷം 2 to 3 hours വെയിറ്റ് ചെയ്യുക. ഈ ഒരു ടൈം കൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി പ്രോപ്പറായിട്ട് നടക്കും. അതിനുശേഷം ഡെർമാ റോളർ യൂസ് ചെയ്തെടുത്ത് തന്നെ മിനോക്സിഡിൽ യൂസ് ചെയ്യുക. അതായത് മിനോക്സിഡിൽ അവിടെ അപ്ലൈ ചെയ്തതിന് ശേഷം പതിയെ കൈകൊണ്ട് സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഡെർമാ റോളർ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ഭാഗത്തും മിനോക്സിഡിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതായത് റോൾ ചെയ്ത സ്ഥലത്തൊക്കെ കറക്റ്റായിട്ട് മിനോക്സിഡിൽ അപ്ലൈ ചെയ്ത് എന്ന് ഉറപ്പുവരുത്തുക. ഒരു 3 to 5 minutes മസാജ് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് മെത്തേഡ് എന്നുള്ളത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാം. ഒന്നാമതായിട്ട് തന്നെ ഡെർമാ റോളർ യൂസ് ചെയ്യുമ്പോൾ 10 മിനിറ്റിൽ കൂടുതൽ യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ മുടി ഇല്ലാത്ത ഭാഗത്ത് മാത്രം റോൾ ചെയ്യുക. അതായത് പണ്ട് മുടി ഉണ്ടായിരുന്നു, ഇപ്പോൾ മുടിയില്ല, അതായത് നെറ്റ് കയറിയ ഭാഗത്ത് റോൾ ചെയ്യുക. മുടിയുള്ള ഭാഗത്ത് ഡെർമാ റോളർ യൂസ് ചെയ്യരുത്, മുടി പൊട്ടിപ്പോകും. അതായത് മുടി കൊഴിച്ചിലൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഡെർമാ റോളർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ഈ മെത്തേഡിന് ശേഷം തലയിൽ ഒരു രീതിയിലുള്ള ഡാമേജും വരുത്തരുത്. അതായത് ഇതിന് ശേഷം ഷാമ്പു യൂസ് ചെയ്യുകയോ മറ്റു ഹെയർ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യരുത്. 2-3 മണിക്കൂറത്തേക്ക് ഹെയറിൽ ഒന്നും തന്നെ ചെയ്യാതിരിക്കുക. മൈക്രോ നീഡിലിംഗ് കഴിഞ്ഞ ശേഷം ഡെർമാ റോളർ വൃത്തിയായി കഴുകി പൊടിയും ബാക്ടീരിയാസ് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് സൂക്ഷിച്ച് വെക്കുക. ആൻഡ് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. മിസ്റ്റേക്സ് ഒന്നും ഇല്ല, കറക്റ്റായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 100% കയറിയ നെറ്റി നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ ഹെയർ റീഗ്രോ ആവുകയും ചെയ്യും. ഇതെല്ലാം ആൺകുട്ടികളും ചെയ്യണോ എന്ന് ചോദിച്ചാൽ വേണ്ട. പകരം നെറ്റി കയറിയവരും അതുപോലെ കയറി തുടങ്ങിയവരും മസ്റ്റായിട്ട് ചെയ്യുക. മുടി റിക്കവറായ റീഗ്രോത്ത് ആയി കിട്ടും. 1 മാസത്തിന് മുമ്പേ റിസൾട്ട് കണ്ടു തുടങ്ങും. 3 to 4 മാസമാകുമ്പോൾ പഴയപടി ഹെയർ റീഗ്രോ ആകും. അതുകൊണ്ട് തന്നെ ഡെർമാ റോളർ ആൻഡ് മിനോക്സിഡിൽ കൊണ്ടുള്ള ഈ ഒരു മെത്തേഡ് ചെയ്യുക. രണ്ടാമത്തെ മെത്തേഡാണ് ആൻറ്റി ബാൽഡിംഗ് മെത്തേഡ്. ഇത് ആദ്യം പറഞ്ഞ മെത്തേഡ് പോലെ തന്നെ നല്ല എഫക്റ്റീവും റിസൾട്ടും കണ്ടിട്ടുള്ളതാണ്. ഇതിനായിട്ട് വേണ്ടത് ഡെർമാ സ്റ്റാമ്പ്, സ്കാൽപ്പ് ഓയിൽ, DHD ബ്ലോക്കർ ക്യാപ്സ്യൂളാണ്. ഈ 3 കാര്യങ്ങൾ ഈ ഒരു മെത്തേഡിന് ചെയ്യാനായിട്ട് വേണ്ടത്. ഡെർമാ സ്റ്റാമ്പ് എന്താണെന്ന് ചെറുതായിട്ടൊന്ന് പറയാം. ഡെർമാ റോളറിനേക്കാളും കുറച്ചും കൂടി എഫക്റ്റീവായ അതുപോലെ വേറെ ചില ഗുണങ്ങളും ഇതിനുണ്ട്. നമ്മളുടെ ഹെയറിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് നീഡിലിൻ്റെ സൈസ് കൂട്ടാം. അതുപോലെ റോൾ ചെയ്യേണ്ട ആവശ്യമില്ല, പകരം സ്റ്റാമ്പ് ചെയ്താൽ മതിയാകും. ഡെർമാ റോളർ പോലെ ചെറിയ മുറിവുകൾ ഉണ്ടാക്കി ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുക എന്നുള്ളതാണ് ഈ ഒരു ഡിവൈസും. അതായത് ഡെർമാ റോളറിനേക്കാളും കുറച്ചും കൂടെ എഫക്റ്റീവ് ആണെന്ന് പറയാം. അടുത്തതായിട്ട് വേണ്ടത് റിസീഡിങ് ഓയിലാണ്. റിസീഡിങ് ഓയിൽ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ മതിയാകും. അതായത് നിങ്ങളുടെ ഹെയർ ഗ്രോ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഓയിൽ മതിയാകും എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് DHD ബ്ലോക്കർ ആണ്. ഇത് ക്യാപ്സ്യൂൾ രൂപത്തിലാണുള്ളത്. DHD ബ്ലോക്കർ എന്നുള്ളത് മുടി കൊഴിച്ചിലിന് ഏറ്റവും ഫലപ്രദമായ മെഡിസിൻ ആണ്. അക്കാദമി ഓഫ് ഡെർമറ്റോളജി നടത്തിയ സ്റ്റഡിയിൽ DHD മുടി കൊഴിച്ചിൽ തടയാനും മാത്രമല്ല ഭാവിയിലെ ഹെയർ ഗ്രോത്തിനും സഹായിക്കുമെന്ന് കണ്ടെത്തി. DHD ബ്ലോക്കർ ഡെയിലി 1 വീതം കൺസ്യൂം ചെയ്യേണ്ടതായിട്ടുണ്ട്. DHD ബ്ലോക്കറും അതുപോലെ ബയോട്ടിനും അടങ്ങിയിരിക്കുന്ന മെഡിസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വില 370
279 രൂപയാണ്. 2 മാസത്തോളം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ പേടിക്കുക. ഇനി ഈ മെത്തേഡ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. തല വൃത്തിയായി കഴുകിയതിന് ശേഷം നെറ്റിയുടെ ഭാഗത്തായി ഡെർമാ സ്റ്റാമ്പ് ഉപയോഗിച്ച് സ്റ്റാമ്പ് ചെയ്യുക. സ്റ്റാമ്പ് ചെയ്യുമ്പോൾ മുടി പോയ ഭാഗത്ത് പതിയെ സാവധാനം സ്റ്റാമ്പ് ചെയ്യുക. സ്റ്റാമ്പിംഗ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുടി ഇല്ലാത്ത ഭാഗത്ത് പതിയെ പതിയെ പ്രസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു 5 to 10 മിനിറ്റ്സ് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. സ്റ്റാമ്പിംഗ് കഴിഞ്ഞതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് ഹെയർ ഓയിൽ സ്റ്റാമ്പ് ചെയ്തെടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പതിയെ സ്കാൽപ്പിൽ കൈകൊണ്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കുറച്ചും കൂടി കൂട്ടാനായിട്ട് നമ്മളെ സഹായിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുടി ഇല്ലാത്ത ഭാഗത്തായിരിക്കണം ഇങ്ങനെ ചെയ്യേണ്ടത്. ഈ 2 കാര്യങ്ങളും ചെയ്തതിന് ശേഷം DHD ബ്ലോക്കർ കഴിക്കുക. എന്നിട്ട് മുടിക്ക് റെസ്റ്റ് കൊടുക്കുക. DHD ബ്ലോക്കർ ഈ മെത്തേഡിന് ശേഷവും അല്ലെങ്കിൽ ഇതിന് മുമ്പും കൺസ്യൂം ചെയ്യാവുന്നതാണ്. DHD മസ്റ്റായിട്ടും കൺസ്യൂം ചെയ്യേണ്ട ഒന്നാണ്. എങ്കിലേ ഹെയർ റീഗ്രോ ആവാനുള്ള പ്രോസസ്സിംഗ് നമ്മുടെ ബോഡിയിൽ നടക്കുകയുള്ളൂ. ഈ മെത്തേഡ് ചെയ്തതിന് ശേഷം സ്റ്റാമ്പ് ചെയ്ത ഭാഗത്ത് മാക്സിമം ഡാമേജ് വരുത്താതെ നോക്കുക. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ മെത്തേഡ് എന്നുള്ളത്. ഇനി ഈ 2 മെത്തേഡും ചെയ്യുമ്പോൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്നാമതായിട്ട് പ്രോപ്പർ റെസ്റ്റ്. അതായത് ഈ മെത്തേഡിന് ശേഷം ഹെയർ സർക്കുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ടൈം നമ്മൾ കൊടുക്കണം. അതുപോലെ 8 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെ ഉറങ്ങി എന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമതായിട്ട് നല്ലതുപോലെ വെള്ളം കുടിക്കുക. മൂന്നാമതായിട്ട് ഹെയർ സ്റ്റൈലിനെ അലങ്കരിക്കുന്ന പ്രൊഡക്ട്സ് ഒന്നും ഒഴിവാക്കുക. അതായത് ഹെയർ വാക്സ്, ഹെയർ ക്രീം ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അവിടെ പിന്നീട് അപ്ലൈ ചെയ്യാതിരിക്കുക. ഹെയർ ഓയിലും റോസ്മേരി വാട്ടറും ഇതുപോലുള്ള ഹെയർ ഗ്രോ ആകാൻ സഹായിക്കുന്ന പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 2 മെത്തേഡാണ് നമ്മളുടെ ഹെയറിനെ റീഗ്രോ ചെയ്യാൻ സഹായിക്കുന്നത്. രണ്ടും റിസൾട്ട് ഉള്ളതാണ്. അതുപോലെ കൺസിസ്റ്റൻസി ആയിട്ട് ഡെയിലി ചെയ്യുക. നെറ്റ് കെയർ ചെയ്ത് തിരിച്ചു കൊണ്ടുവരാവുന്നതാണ്. ഒരാഴ്ച യൂസ് ചെയ്തിട്ട് റിസൾട്ട് കണ്ടില്ല എന്നും പറഞ്ഞ് നിർത്തരുത്. കൺസിസ്റ്റൻസി ആയിട്ട് ഈ ഒരു പ്രോസസ്സിങ് ചെയ്യുക. ഇതിനെപ്പറ്റി കൂടുതൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ എക്സ്പ്ലനേഷൻ വീഡിയോസ് ഒക്കെ കാണാൻ സാധിക്കും. അതും കൂടി കണ്ടിട്ട് ഒന്ന് നോക്കി ചെയ്യാവുന്നതാണ്. നമ്മുടെ ഹെയറിന്റെ കാര്യമാണ്, അതുകൊണ്ട് പൈസ ഇല്ലെന്ന് പറഞ്ഞിരിക്കാതെ ഈ ഒരു മെത്തേഡ് ചെയ്യുക. മെൻസിന് ഹെയർ എന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഹെയർ റീഗ്രോ ആവും എന്നുള്ളത് 100% ഉറപ്പാണ്. വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ മോർ ഗ്ലോ അപ്പ് ആൻഡ് ലുക്ക് മാക്സിംഗ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.